പുളിമരം. പൊറുക്കാത്ത മുറിവിന് വൈദ്യൻ തന്ന കുറിയിൽ പുളിയിലയിട്ട് തിളപ്പിച്ച വെള്ളം, അതിന് പുളിയില, പുളിയിലയ്ക്ക് പുളിമരം. പറമ്പായ പറമ്പൊക്കെ അളന്നു അയലത്തെ പറമ്പും, മൂന്നാമത്തെ അടിക്കായി ഓർമ്മയിലെ പറമ്പ്. അതാ മുറ്റത്തെ ആ പുളിമരം, നിന്റെ ഓർമ്മയിൽ എൻ്റെ ഓർമ്മയല്ലാതെ ഒന്നുമേ മുളയ്ക്കരുതെന്ന് ആയത്തിൽ വീശിയ പുളിമരം. മരങ്ങൾ നിറയെയുള്ള കവിതയാണ് വിൽസേട്ടൻ്റെത്. മരങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരപ്പൻ എപ്പോഴും കൂടെ തന്നെയുണ്ട്. മരങ്ങളോട്, വസന്തത്തോട് പേര് ചോദിക്കുന്ന നിറയെ മരങ്ങൾ നിരനിരയായി വരുന്ന ഒരു കവിത തന്നെ വിൽസേട്ടൻ എഴുതിയിട്ടുമുണ്ട്. അത് ഒരു ഇൻസ്റ്റലേഷനായിട്ടൊക്കെ കൊച്ചിയിലും പിന്നെ കോഴിക്കോടൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. മരങ്ങളോടുള്ള ഈ ആത്മബന്ധം ഒരു പ്രവാസിയായി കഴിഞ്ഞതിന് ശേഷം വന്നു തുടങ്ങിയതാണോ? ശരിക്കും യഥാർത്ഥത്തിൽ അല്ല. ചെറുപ്പം മുതലേ മരങ്ങളായിട്ട് വലിയ ബന്ധം എനിക്കുണ്ട്. അപ്പോൾ അത് ഒന്ന് ജീനിന്ന് ലഭിച്ചതാണ്. അപ്പൻ വലിയ മരങ്ങളോട് ഇഷ്ടമുള്ള ഒരു കക്ഷിയായിരുന്നു. പിന്നെ അത്ഭുതപ്പെടുത്തിയ ആദ്യത്തെ കഥകളിലൊന്ന്, പൊതുവെ അപ്പൻ്റെ ഒരു കയ്യാളായിട്ട് പ്രവർത്തിച്ച ആളാണ് എൻ്റെ കൗമാരവും വരെ. അപ്പോൾ വളരെ യങ് സ്റ്റേജിൽ ഒരു 7 വയസ്സൊക്കെ മുതൽ ഞാൻ അപ്പൻ്റെ ഒരു കയ്യാളാണ്. അപ്പോൾ അപ്പൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയും ആളുടെ കൂടെ തന്നെയാണ് അധിക സമയം, പഠന സമയം കഴിഞ്ഞാൽ. അപ്പോൾ ആൾക്ക് കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ കൂപ്പിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ കൃഷി ആരംഭിച്ചത് സജീവമായിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നീട്. അപ്പോൾ ആളുടെ യൗവനമൊക്കെ ആൾ കാട്ടിൽ ആയിരുന്നു. മരങ്ങളുടെ നല്ല കണക്കുകളൊക്കെ അറിയാം. ആൾക്ക് അറക്കക്കാരൻ എന്നുള്ള ഒരു വിളിപ്പേര് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ അറക്കവാളുണ്ടായിരുന്നു. അപ്പോൾ അപ്പൻ അറക്കവാൾ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു അന്ന്. ധാരാളം മരപ്പണിക്കാർ ഈ ഭാഗത്തുനിന്ന് ആസാമിലും കൊടകിലും ഒക്കെ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നേതൃത്വം കൊടുക്കാൻ പുള്ളി അന്നുണ്ടായിരുന്നു. അപ്പോൾ ധാരാളം ഇത്തരം ആളുകളെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയും, അപ്പോൾ അവരുടെ ഒരു നോട്ടക്കാരനൊക്കെ ആയിരുന്നു. ഒരു എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പുള്ളി പ്രവർത്തിച്ചിട്ടുണ്ട്, തേയിലത്തോട്ടം. പക്ഷെ പുള്ളി കൃഷി ആരംഭിച്ചപ്പോൾ പുള്ളി മരങ്ങളോട് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഞാൻ മനസ്സിലാക്കി. ആൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഏതൊക്കെ മരങ്ങളോട് നിർത്തണം എന്നൊക്കെ അറിയാവുന്നതുകൊണ്ടാണ്. എൻ്റെ മനസ്സ് ഏറ്റവും കലുഷിതമായ സമയത്താണ് ഞാൻ ഈ വലിയ കവിത എഴുതുന്നത്. അതൊരു പക്ഷേ ഈ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ കവിത വസന്തത്തോട് അതിൻ്റെ പേര് ചോദിച്ചു എന്ന് പറയുന്ന ആ കവിത എൻ്റെ പിന്നെ ഒരു പോയട്രി ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണത്. അക്കാദമിക് തലത്തിൽ ഇപ്പോൾ മലയാളം യൂണിവേഴ്സിറ്റി അത് BA മലയാളത്തിന് പഠിപ്പിക്കാനെടുത്തു, അത്രയും വലിയൊരു കവിത. അതുമാത്രമല്ല പല രീതിയിലേക്ക് അത് സഞ്ചരിച്ചു. ഒന്ന് ബിനാലയുടെ 2ാം പതിപ്പിൽ സമാന്തരമായിട്ട് നമ്മൾ നടത്തിയ ടെമ്പിൾ ഓഫ് പോയട്രിയുടെ ടൈറ്റിലിൽ നമ്മൾ നടത്തിയ പോയട്രി ഇൻസ്റ്റലേഷൻ ലോകത്ത് പല ഭാഗത്തും പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. പോയട്രി എന്നുള്ള പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളൊന്നും അവതരിപ്പിച്ചതൊന്നുമല്ല. പക്ഷേ ഇത് രണ്ടും കൂടി കളക്റ്റായിട്ട് മരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ നേച്ചറിനെ അഭിസംബോധന ചെയ്യണ പോയട്രിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ളൊരു ഇൻസ്റ്റലേഷൻ ഒരു പക്ഷേ ആദ്യത്തേതൊന്നും പറയാൻ പറ്റില്ല. ആ സ്വഭാവമുള്ള ഒരു ഷോ ആയിട്ട് ഒരാളുടെ ഒരു പോയിറ്റിൻ്റെ എഫർട്ടിൽ അത് നടന്നു എന്നുള്ളത്, അതിൽ നമ്മൾ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും നമ്മളുടെ നെറ്റ്വർക്കിൻ്റെയും കലയോടുള്ളൊരു ഇഷ്ടത്തിൻ്റെയൊക്കെ പേരിൽ അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അതിൻ്റെ ഭാഗമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്തത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന ആർട്ടിസ്റ്റുകളാണ്. അതിൽ ഫിലിപ്പ് കരോലിൻ എന്ന് പറയുന്ന ദമ്പതികളെ എനിക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രിൻസ് ജോണിൻ്റെയും അനുപമയുടെയും മകളായിട്ടുള്ള നിള അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ വലിയ ക്രിക്കറ്ററാണ്. അപ്പോൾ അങ്ങനെ ചാർലി ഹോൾട്ട്, ഹിലാരി ഹോൾട്ട്, കവിതാ ബാലകൃഷ്ണൻ എന്നിവരുൾപ്പെടുന്ന ഞാനും കൂടി ഭാഗമായ ജിഗ്സൗ ആർട്ടിസ്റ്റിക് കളക്റ്റീവ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ കവികൾ ഒരു ഇലയെങ്കിലും അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ജോളി ചിറയത്ത്, രവിശങ്കർ എന്നിൻ്റെ കവിതയായിരുന്നു അതിൽ ഇംഗ്ലീഷ് പരിഭാഷയായിട്ട് ഉപയോഗിച്ചത്. അതിൽ ഇംഗ്ലീഷ് കവിത അവതരിപ്പിച്ച ഇംഗ്ലണ്ടിൽ നിന്നുള്ളൊരു പെൺകുട്ടിയുണ്ട്. അതിമനോഹരമായ ശബ്ദം ആണ്. അങ്ങനെ
പിന്നെ അതിൽ ഓടക്കുഴൽ വായിച്ച അതിൻ്റെ മ്യൂസിക് ചെയ്ത ആളുകൾ. അമ്പി സുധാകരനാണ് അതിൻ്റെ ഒരു ആർട്ട് ക്യൂറേറ്ററായിരുന്നു. എൻ്റെ പുസ്തകങ്ങളുടെ ആദ്യകാലം മുതൽ തന്നെ, പുസ്തകങ്ങളുടെ മാത്രമല്ല ഞങ്ങളുടെ ഒരു കലാജീവിതം ഒരുമിച്ച് ആളിത്തിരി എന്നേക്കാൾ മുതിർന്ന ആളാണെങ്കിൽ കൂടിയും പുള്ളിയാണ് അതിന് മേൽനോട്ടം വഹിച്ചത്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ആ പോയട്രി ഇൻസ്റ്റലേഷൻ്റെ ആദ്യത്തെ പതിപ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിട്ടുപോണത് മോശമാണ്. പക്ഷേ അതൊരു വലിയ ഒരു പരിശ്രമമായിരുന്നു. കവിതേനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് അത് ഒരുമിച്ച്. ഇൻസ്റ്റലേഷൻ്റെ സ്വഭാവമുള്ളൊരു കവിത തന്നെയായിരുന്നു അത്. എനിക്ക് അതിലുള്ളൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെയൊക്കെ തലമുറയിലൊരു കവികളെയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കവിതകളുടെ അകത്തുള്ള മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വൈവിധ്യം കാണാൻ പറ്റില്ല. കാരണം ഇത്രയും മരങ്ങളുടെ പേരറിയുന്ന കവികൾ തന്നെ അത്യപൂർവം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കടപ്പാട് തീർച്ചയായിട്ടും എനിക്കുണ്ട്. കാരണം അതൊരു ക്യൂറേറ്റിംഗ് വർക്ക് ആണത്, ആ കവിത തന്നെ. അതിൻ്റെ ഉത്ഭവം അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നത് മനസ്സിലാവും കുറേ കൂടി. ഇത് ഈ കേരളത്തിലെ വനവൃക്ഷങ്ങൾ എന്ന് പറയുന്ന ആർ വിനോദ് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ അതിൽ ഈ 500-ലധികം മരങ്ങളുടെ പേര്, അതിൻ്റെ ഉത്ഭവം, ശാസ്ത്രീയ നാമം, അതിൽ വിഷമുണ്ടോ വിഷമില്ല, ഇതെല്ലാം വേർതിരിച്ച് നല്ലൊരു രസമുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ അത് എൻ്റെ കയ്യിൽ വന്ന് പെട്ടു. അപ്പോൾ ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു എടുത്ത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസമൊക്കെ ഒരു മരത്തെ പരിചയപ്പെടുക എന്നൊക്കെ ഉള്ള ലക്ഷ്യം. അപ്പോൾ പക്ഷേ ഞാൻ വളരെ ഇത് ആ പുസ്തകം അവിടെ ഉണ്ടല്ലോ, എനിക്ക് എപ്പോൾ വേണമെങ്കിലും റെഫർ ചെയ്യാമല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനത് പഠിച്ചൊന്നുമില്ല മരങ്ങളുടെ പേരോ. പക്ഷേ പലപ്പോഴായി അത് വായിക്കുകയും പിന്നീട് ഞാൻ മരങ്ങളെ കാണുമ്പോൾ ഒബ്സർവ് ചെയ്യുകയൊക്കെ ചെയ്തത് കുറച്ചുകൂടി നിഷ്ഠയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്കങ്ങനെ തിരിച്ചറിയാനൊന്നും പറ്റുമൊന്നുമില്ല എപ്പോഴും. പക്ഷേ ഇതിൻ്റെ ഒരു നേച്ചറൊക്കെ ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഉള്ളിൽ കയറിപ്പറ്റി. അപ്പോൾ അതങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, റിപ്പോർട്ടറിൽ വിറ്റ്നസ് എന്ന് പറയുന്ന ഈ കൃത്യങ്ങളുടെ ഒരു വാർത്ത വായിക്കുന്ന സമയത്താണ് ഞാൻ ഈ കവിത എഴുതുന്നത്. അപ്പോൾ ഇതൊരു ഇങ്ങനത്തെ പ്രോസസ്സിങ്, മരങ്ങളെ പേര് ചൊല്ലി വിളിച്ചിട്ടുള്ള ഡി വിനയേന്ദ്രൻ മാഷ്ട കവിത, ശ്രീകുമാർ കരിയാടിൻ്റെ ഇൻസ്റ്റലേഷൻ, അതിൽ ഇത് പറയാതെ പോകരുത്. അത് അപ്പോൾ ഞാൻ പറഞ്ഞ ഇതൊരു ഞാൻ ചെന്ന് ക്യൂറേറ്റ് ചെയ്തൊരു വർക്കാണത്, ആ കവിത ആസ് ഇറ്റ് ഈസ്. അപ്പോൾ ആ ദിവസങ്ങളിലാണ് ഈ ശ്രീകുമാർ കരിയാട്ടിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നൊരു കവിത ഇറങ്ങിയത്. അതിമനോഹരമായ കവിതയാണ്. വാക്കുകൾ ചുമ്മാ വെച്ചിരിക്കുക, നമുക്കെന്ന് തോന്നും. അതാണ് ആ കവിത. വാക്കുകൾ, ആളുടെ കയ്യിലുള്ള വാക്കുകൾ, പലതരത്തിലുള്ള വാക്കുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുള്ള അതിദീർഘമായ കവിത. ഇൻസ്റ്റലേഷൻ എന്നാണ് പേര് കൊടുത്തത്. കവിതയെ ഒരു പ്രദർശനശാലയാക്കുന്ന പോലത്തെ ഒരു അനുഭവം. അപ്പോൾ പക്ഷേ എന്തൊരു, ഇപ്പോൾ കൽപ്പറ്റ നാരായണൻ്റെ അക്ഷരമാല എന്നൊരു കവിത പറയും പോലെ, ഈ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ പ്രാർത്ഥന ഓർമ്മയില്ല. ഈ അക്ഷരമാല കൊണ്ടാണല്ലോ ഈ പ്രാർത്ഥന ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുന്ന വലിയ പോയറ്റിക് സെൻസ് ഇതിലുണ്ട്. ഇതിലിപ്പോൾ പൊട്ട് എന്നുള്ള വാക്ക് ഇതിലെത്തുമ്പോൾ ഞാൻ നിൽക്കും. അങ്ങനെ ഓരോരുത്തരും ആ കവിതയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട, അവരുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന പാവക്കുട്ടി എന്നുള്ള വാക്കിലെത്തുമ്പോൾ അങ്ങനെ എല്ലാവരും നിൽക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല രസമുള്ള വായനക്കാർ. അപ്പോൾ ഞാൻ അതേ രീതിയിൽ അതിന് വായിച്ചു നോക്കിയപ്പോൾ എനിക്കിത് അന്തമില്ല, ഈ കവിത ഒരിക്കലും അവസാനിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ വായനക്കാരനെ കൂടി അതിൽ ഒരു വിഭ്രാത്മക തലത്തിൽ അതിലേക്ക് കൊണ്ടുവരണ ചില പോയിട്രി ശ്രീകുമാർ കരിയാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കഴിവും കൂടിയിട്ടാണ്. മുൻപ് ഇപ്പോൾ മരക്കവി എന്നൊക്കെ കവികളെ പരിഹസിച്ച് വിളിച്ചിരുന്നൊരു വാക്കുകൂടിയായിരുന്നല്ലോ, അതിന് വളരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരു കവി കൂടിയാണ് വിൽസേട്ടൻ. അതോടൊപ്പം തന്നെ എനിക്ക് ഓർമ്മ വരുന്ന പേര് ചിത്തിര കുസുമൻ്റെയാണ്. നിറയെ മരങ്ങൾ നടുകയും അതുപോലെ മരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന കവികളെ ഓർക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും മുന്നിലേക്ക് വരാറുണ്ട്. എന്നാൽ മുൻപ് പരിസ്ഥിതി സമരങ്ങളുടെയൊക്കെ ഭാഗമായിട്ടും അത്തരം ആശയങ്ങളുടെയൊക്കെ ഭാഗമായിട്ടും ഒക്കെ ഇത്തരം കവിതകൾ എഴുതപ്പെട്ടിട്ടുണ്ട് മലയാളത്തിൽ. എന്നാൽ അവയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഭാവുകത്വത്തിലാണ് വിൽസേട്ടൻ്റെ കവിതകളിൽ മരങ്ങൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഒരു മുദ്രാവാക്യ സ്വഭാവത്തിലേക്കൊന്നും ആ കവിതകൾ പോകുന്നില്ല. ഈ അടുത്ത് അൻവർ അലി ഒരു കവിത പബ്ലിഷ് ചെയ്യുകയുണ്ടായി, കവികളോട് എന്ന് തന്നെ പറഞ്ഞിട്ട്, സുഗതകുമാരിയുടെ മക്കളല്ലേ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമൊക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഈ മൂവ്മെൻറ്റിനെയും വിൽസേട്ടൻ്റെ കവിതകളിലുള്ള ഈ പ്രകൃതി ബോധത്തെ അല്ലെങ്കിൽ സ്നേഹത്തെ എങ്ങനെയാണ് വേർതിരിച്ച് കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എവിടെയെങ്കിലും പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടോ? നല്ല രസമുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന പരിമിതികളും ഇതാണ്. ഈ പ്രസ്ഥാനം വളരുന്നതിനനുസരിച്ച് സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി വരും. അപ്പോൾ കെട്ടിടങ്ങൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ഘടകമാണ്.
അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ഇത് തമ്മിൽ സംഘർഷം ഉണ്ടാവും, വികസനം നമ്മളുടെ. അപ്പോൾ പക്ഷേ ആ വികസനത്തിലുള്ളൊരു ചിലത് നിലനിർത്തിക്കൊണ്ട് ഇതിനെങ്ങനെ മോഡിഫൈ അല്ലെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമാക്കാമെന്നൊക്കെയുള്ള ചിന്തയിലാണ് ഞാനുള്ള ജീവിതത്തിൽ എല്ലാ കാലത്തും. അതിൽ വെട്ടേണ്ടതൊക്കെ വെട്ടുകയും ചെയ്യണം. ഞാൻ അങ്ങനെ കടുംപിടുത്തക്കാരനൊന്നുമില്ല ആ അർത്ഥത്തിൽ. പക്ഷേ എന്നെ അങ്ങനെ പിന്നെ എക്സ്പ്രസ് ഹൈവേ അതിനൊക്കെ ശേഷം വന്ന വലിയ മയിൽക്കുറ്റി വിവാദമൊക്കെ ഉള്ള ഇപ്പോഴും നിലനിൽക്കുന്ന ആ പദ്ധതി, അതിനോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ, സിൽവർ ലൈനിൻ്റെ ഒക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ അങ്ങനെ അധികാരത്തിൽ മുദ്രകുത്താനൊക്കെ ഉള്ള ശ്രമം ഉണ്ടായി. ഞാൻ അങ്ങനെ ഒന്നുമില്ല. അപ്പം എൻ്റെ അപ്പൻ ധാരാളം മരങ്ങൾ വെട്ടിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എങ്ങനെയാണ് ഏതൊക്കെയാണ് സംരക്ഷിക്കേണ്ടതെന്നും പുള്ളിക്കറിയാം. അത് അങ്ങനെയല്ലാതെ കൃഷിയൊന്നും നടപ്പാവില്ല. ഇപ്പോൾ ഇത്രയും ആളുകൾക്ക് ഭക്ഷിക്കാനൊക്കെ കൃഷിയൊക്കെ ഉണ്ടായത് ഇത്. പക്ഷേ അതിൽ നിലനിർത്താൻ പറ്റിയ ചില സ്പേസിൽ തെങ്ങുകൾ അങ്ങനെയാണല്ലോ വരിക, തേക്ക് അങ്ങനെയാണ് വരിക. അപ്പോൾ ഒരു ഭൂമിയിൽ കൃഷിഭൂമിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ വെച്ചുകൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പലപ്പോഴായിട്ട് മുഴുവനായിട്ട് മാറ്റാറുണ്ട്. അപ്പോൾ ഇപ്പം പുറത്തൊക്കെ ഇപ്പോൾ മാത്രമല്ല മരങ്ങളെ വളരെ ആദരവോടുകൂടി സംരക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വില പിന്നെ ഈ ലോകം മനസ്സിലാക്കി കൂടുതൽ തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു റിമൂവബിൾ, വളരെ കൂടുതൽ ചിലവ് വരുന്ന ഒരു സംഭവമാണ് എങ്കിൽ കൂടി ഒരു മരത്തെ അതേ പരമാവധി അതിൻ്റെ താഴ്വേരോടെ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് റീപ്ലേസ് ചെയ്യണ ഇഷ്ടംപോലെ സംവിധാനങ്ങൾ ലോകത്തിപ്പുണ്ട്. നമുക്ക് അത്രയും ചിലപ്പോൾ ചെയ്യാൻ പരിമിതിയൊന്നും ഇപ്പോൾ നമ്മൾ ലോകത്തിലുള്ള എല്ലാ ടെക്നോളജിയും നമ്മളുടേത് ഭാഗമാക്കി മാറ്റുന്നു എന്ന് മാത്രമല്ല പലതിലും വർക്ക് ചെയ്യണത് കേരളൈറ്റ്സാണ്. ഇത്തരം പല റോബോട്ടുകളുടെയൊക്കെ പുറകിൽ. അപ്പോൾ ഈ മനുഷ്യവിഭവം മറ്റുള്ളവർ വളരെ രസകരമായിട്ട് ഉപയോഗിക്കുകയാണ്. നമുക്കും ഇവിടെ നടപ്പാക്കാം. അപ്പോൾ കുറച്ചുകൂടി മനുഷ്യന് കുറച്ചുകൂടി ഇണങ്ങണ ഒരു ലോകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ പലപ്പോഴും ഉണ്ടാവുന്നത് വികസനം വേറൊരു കാലാവസ്ഥയിൽ ജീവിക്കണ ഒരു സാധനത്ത് അങ്ങനെ തന്നെ പകർത്തുകയാണ് ഇവിടെ. ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു പരിസ്ഥിതി സംഭവമാണ്. കാലാവസ്ഥയൊക്കെ മാറിക്കഴിഞ്ഞില്ല. കാലാവസ്ഥയും മാറിക്കഴിഞ്ഞു. പക്ഷേ അതിനനുസരിച്ചുള്ള സമാനമായ ഗ്ലോബലൈസേഷൻ്റെ ഒരു കാലത്ത് എല്ലാം പെട്ടെന്ന് വരും. ലോകത്ത് നടക്കുന്ന എന്ത് ചേഞ്ചും നമുക്ക് പെട്ടെന്ന് വരും. പക്ഷേ നേച്ചർ അവിടെ ബേസിക് നേച്ചർ ഒരു അസ്ഥികൂടം പോലെ ഈ ഒരു സാധനമുണ്ട്. അപ്പോൾ അതിനോട് നീതി പുലർത്തുന്ന കൺസ്ട്രക്ഷൻസ്, വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എനിക്ക് കഴിഞ്ഞ നമ്മൾ പോയിട്രി ഇൻസ്റ്റലേഷൻ നടത്തിയിട്ട് കോഴിക്കോട് എഡിഷൻ നടത്തിയിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയ വലിയ അവാർഡുകളിലൊന്നൊരു റിപ്പോർട്ടാണ്. അപ്പോൾ അതിൽ ന്യൂസ് 18-ലെ ആള് ഈ മതമൗലികവാദത്തിൻ്റെ കാലത്തെ മരമൗലികവാദിയാണ് കുഴൂർ വിൽസൺ എന്ന് പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ട് ആരംഭിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമായി. പക്ഷെ മരമൗലികവാദി എന്നുള്ള പേര് വരുമ്പോൾ തന്നെ മലയാളം എന്നുള്ള വാക്കിലൊക്കെ ആ വാക്ക് ഉണ്ടാക്കിയ ഒരാളെന്നുള്ള നിലയിലൊക്കെ വരുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് ഇയാളിങ്ങനെ. പക്ഷെ അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ ഗൾഫ് രാജ്യത്തൊക്കെ 10 വർഷത്തിലധികം അതിൻ്റെ ഒരു ഗുണഭോക്താവാണ്. അവിടുത്തെ സ്പീഡുള്ള ഇൻ്റർനെറ്റിൻ്റെയും കുറച്ചുകൂടി മികച്ച ജീവിത സൗകര്യങ്ങളുടെയൊക്കെ ഒരു ഗുണഭോക്താവാണ്. പക്ഷേ അവർ സെയിം ടൈം മരങ്ങളോട് കാണിക്കണ വലിയ ഇൻറ്റിമസി എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ 2004 UAE ആദ്യമായിട്ട് പോകുമ്പോൾ അവർ വെച്ചിരുന്ന ചെടികളൊക്കെ, പ്രത്യേകിച്ച് ആര്യവേപ്പ്, അവിടുത്തെ ഈത്തപ്പന, അളന്ന് വെച്ചിരുന്ന ഈത്തപ്പനകളൊക്കെ ഇപ്പോൾ നോക്കൂ 20 വർഷത്തിന് ശേഷം നല്ല വലിയ രീതിയിൽ അവർ കൃത്യമായി അത് സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ താമസിച്ചിരുന്ന ഷാർജയുടെ വില്ലയിലെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ചെറിയ അധികം വലിപ്പമില്ലാത്ത ഈ ആര്യവേപ്പിനെ ഞാൻ ഇത്തവണ പോയപ്പോൾ സമയമെടുത്ത് പോയി. മനുഷ്യരെ കാണുന്നത് പോലെ തന്നെ ഞാൻ അപ്പോയിൻമെൻ്റൊക്കെ നേരത്തെ വിചാരിച്ച് ഞാനൊരു പുലർച്ചെ നേരത്തെ എണീറ്റ് നടന്ന് ഇവർ രണ്ടുപേരെയും കണ്ടു. കുറേ കോൺവെർസേഷൻസൊക്കെ നടത്തി. കവിതയിലും വന്നിട്ടുള്ള ആ മരങ്ങളാണ്. അപ്പോൾ ആ വളർച്ചയില്ലേ, അപ്പോൾ അത് അവരിപ്പോൾ ആസ്വദിക്കേണ്ട ആ ഷെയ്ഡ് ഷാർജയിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് അനുഭവിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഗൾഫിൽ നിന്നുള്ള ഫോട്ടോസൊക്കെ നോക്കിക്കോ, നിങ്ങൾക്ക് വളരെ ഗ്രീനിഷ് ആയിട്ടുള്ള സ്ഥലങ്ങൾ കാണാം. അപ്പോൾ അവരത് മനസ്സിലാക്കി അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് 20 വർഷത്തേക്കിപ്പോൾ അതിൻ്റെ ഫലം കിട്ടി തുടങ്ങി. അപ്പോൾ ലോകം അതിലേക്ക് പോകുന്നൊന്നുമല്ല, പക്ഷെ അത് തിരിച്ചറിയും. അപ്പം നമുക്കിത് ഇവിടെ ഉണ്ടായിട്ട്, ഇപ്പോൾ പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയിട്ടാണ് ഇത്. അപ്പോൾ ഇതിനെ നിലനിർത്തിക്കൊണ്ടുള്ള പ്ലോട്ടുകളായിരിക്കും ഇന്ത്യക്ക് പുറത്തുള്ളവർ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവർ അന്വേഷിക്കുക. അവർക്കിപ്പോൾ ഒരു വലിയൊരു ഗ്ലോബൽ കമ്പനിയുടെ ഒരു ഓഫീസ് ആവശ്യമുണ്ടെങ്കിൽ തന്നെയും ഈ നേച്ചറും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കും അവർ അന്വേഷിക്കുക. അപ്പം നമ്മുടെ കുട്ടികളിപ്പോൾ കാക്കനാട് പോലുള്ള സ്ഥലങ്ങളിൽ, പിന്നെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ വളരെ സഫോക്കേറ്റായിട്ട്
കേരളത്തിലെ വിനോദസഞ്ചാര മേഖല കേന്ദ്രങ്ങളിലേക്ക് കൂട്ടത്തോടെ പോണത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഇരുന്ന് വർക്ക് ചെയ്യണതൊക്കെ അവിടെ ഇരുന്നിട്ടാണ്. ഈ കെട്ടിടങ്ങൾ ഇവിടെ അങ്ങനെ അനാഥമായിട്ട് കിടക്കുക. വർക്ക് ഫ്രം എനിവെയർ എന്നുള്ളൊരു സംഭവം വന്നപ്പോൾ ഇൻ്റർനെറ്റ് നന്നായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെ അവിടെ ഒരു രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിലൊക്കെ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കണമെന്ന് പറയുന്നതും അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അവിടെ ഓഫീസിൽ ചിലപ്പോൾ എല്ലാവരും വന്നണമെന്നൊന്നുമില്ല. അപ്പോൾ കുറേ കൂടി നേച്ചർ എന്നുള്ള വാക്കല്ല, പ്രകൃതി എന്നുള്ള വാക്കല്ല, ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തിന് കുറച്ചുകൂടി ഇണങ്ങിയ ഒരു വർക്കിംഗ് സ്പേസും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇത് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത്. അത് വേണം, മാറ്റം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിലേറ്റവും ചുരുങ്ങിയത് മിനിമലൈസ് ചെയ്ത് ഉപയോഗിക്കുക ഒന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഈ പരിസ്ഥിതി പ്രത്യേകിച്ച് അൻവർ അലിക്ക് ആ കവിത എഴുതാം. കാരണം ഓരോരുത്തരുടെയും ബാല്യ കൗമാരമൊക്കെ അല്ലേ അയാളുടെ നിർണ്ണയിക്കുക. അപ്പോൾ അയാളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നൊസ്റ്റാൾജിയാണ് ആ പ്രസ്ഥാനം. കാരണം അയാളൊരു കൗമാര കവിയായിരുന്ന സമയത്ത്, യുവകവികളിലേക്കൊക്കെ വരണ സമയത്ത് അയാളെ ഏറ്റവും ഐക്കണുകളായിട്ട് കണ്ടിരുന്ന ആളുകളെല്ലാം തന്നെ ഈ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട സമരത്തിൽ ആക്റ്റീവാണ്. അപ്പം അവർക്ക് ഇൻറ്റിമസി തോന്നും. അമ്മ എന്നുള്ള നിലയിലൊക്കെ അവർക്ക് കണക്ട് ചെയ്യും. ചിലപ്പോൾ തെറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എനിക്ക് എൻ്റെ തൊട്ട് മുമ്പുള്ള തലമുറയിലെ ഏതെങ്കിലും മുതിർന്ന കവികളായിട്ടുള്ള, അല്ലെങ്കിൽ അവർ അമ്മ സ്ഥാനത്തോ ചേച്ചിയുടെ ഒക്കെ ഒരു സ്ഥാനത്തോ ഒക്കെ ഇറക്കി തന്നിട്ടുള്ള റോസ്മേരി പോലെയുള്ള കവികൾ എനിക്ക് അവരെന്നെ അങ്ങനെയാണ് കണ്ടിരുന്നത്. ഞാൻ പറഞ്ഞ ഒരുപാട് സഹായമൊന്നും അങ്ങനെയായിട്ടല്ല, പക്ഷേ നമുക്കൊരു ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ ഉള്ള, ലാംഗ്വേജിൽ ഒരാളുണ്ട് നമുക്ക് തോന്നലുകളൊക്കെ ഉണ്ട്. അപ്പം അവർക്കതായിരിക്കും, അതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷ സമയത്ത് ആ കവിത എഴുതാം. കുഴൂർ വിട്ട വിൽസനോടൊപ്പം കവിതയും പരദേശിയാവുന്നുണ്ട്. നാട് വിടുമ്പോഴും വിടാതെ കൂടെ തന്നെയുണ്ട്. അത് എന്നാൽ കേവലം ഒരു ഓർമ്മയായിട്ടല്ല, കവിതയിൽ പലപ്പോഴും അത് പുനഃസൃഷ്ടിയായിട്ട് തന്നെ കടന്നു വരുന്നതായിട്ട് വിഷ്ണുപ്രസാദ് നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ ഈന്തപ്പനയിൽ അതിൻ്റെ പ്രതിഫലനത്തിൽ തെങ്ങിനെ കാണുന്ന ഒരു കവിയായിട്ട് കുഴൂർ വിൽസൺ മാറുന്നുണ്ട്. പ്രവാസിയാവുമ്പോൾ ആദ്യ സമാഹാരം മാത്രമല്ലേ പുറത്തിറങ്ങിയിട്ടുള്ളൂ, ഉറക്കം, ഒരു കന്യാസ്ത്രീ. ഈ എന്ന് പറയുന്ന സ്കൂൾ സ്കെച്ചസ് വന്ന അമ്പി സുധാകരനായിട്ട് ചേർന്ന് തയ്യാറാക്കിയ കവിതയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് പുസ്തകം അതേ അർത്ഥത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ഗൾഫിലേക്ക് പോകുന്നത്. ഈ പ്രവാസിയായി കഴിയുമ്പോൾ നമ്മുടെ നാടിനെ കുറിച്ച് മാത്രമല്ല, പ്രവാസ ജീവിതം വളരെ വൈകാരികമായിട്ട് തന്നെ കവിതകളിൽ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ ഏകാന്തതയും കൂട്ടായ്മയും നാട് വിട്ടുപോകലും നാട്ടിലേക്ക് തിരിച്ചു വരലും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വിൽസൻ്റെ കവിതയുടെ കൂടെ പ്രപഞ്ചമായി തീരുന്നുണ്ട്. ഇങ്ങനെ ഒരു പുതിയ ദേശം കിട്ടിയപ്പോൾ കവിത എഴുതാൻ ആദ്യം ഒരു ആശങ്കയുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും, കാരണം നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നാണ് നമ്മുടെ കവിത രൂപപ്പെടുന്നത്, അനുഭവ പരിസരങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും. അപ്പോൾ ആ ഒരു അനുഭവ പരിസരം മാറുകയാണല്ലോ. അപ്പോൾ അത് നമ്മളങ്ങനെ അന്നൊന്നും അത് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പിന്നീട് അത് മനസ്സിലായി, അതത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം പലപ്പോഴും പ്രവാസികളായിട്ടുള്ള നാട് വിട്ടു പോകുന്ന എഴുത്തുകാർക്ക് ഒരു ഭാഗ്യം വരാറില്ല ലാംഗ്വേജ് കൂടെ കൊണ്ടുപോകാൻ. പക്ഷെ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായി. ഞാൻ അവിടെ പ്രക്ഷേപകനായിട്ട് ജോലി ചെയ്തതുകൊണ്ട് മലയാളം ഒരിക്കൽ പോലും കൈവിട്ടില്ല എന്ന് മാത്രവുമല്ല, എനിക്ക് അന്യ രാജ്യക്കാരുമായിട്ടുള്ള ബന്ധം തീരെ കുറവായിരുന്നു. ഞാൻ എല്ലാ സമയവും ഫോണിലായാലും ഓഫീസ് വർക്കിലായാലും പ്രക്ഷേപണത്തിലായാലും ഒക്കെ മുഴുവൻ സമയം മലയാളമായിരുന്നു. അപ്പം അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. പലപ്പോഴും വളരെ പ്രതിഭാശാലികളായിട്ടുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ കൂടെ ലഭിക്കുന്നത് മിക്കവാറും അന്യദേശക്കാരായിരിക്കും. അപ്പോൾ അത് വേറൊരു തരത്തിലുള്ള അനുഭവം. ഇപ്പോൾ ഇംഗ്ലീഷ് എഴുത്തുകാർക്കൊക്കെ അത് വലിയ രീതിയിൽ ഗുണമാണ് ചെയ്യുക. പക്ഷെ മലയാളത്തിൽ എഴുതുന്നവർക്ക് അത് അത്ര ഗുണം അല്ല. അവരുടെ ലാംഗ്വേജ് പതുക്കെ ഉപയോഗിക്കാതെ അടഞ്ഞു പോകും. എന്നാൽ അതേസമയം മാധ്യമപ്രവർത്തനത്തിന് വേണ്ടുന്ന ഒരു ഭാഷയിൽ മുഴുകുമ്പോൾ കവിതയിലേക്ക് തിരിച്ചു വരാൻ പ്രയാസമല്ലേ? അതാണ് ആ സമയങ്ങളിൽ നേരിട്ട ഒരു പ്രശ്നം. 2003 ഞാൻ UAE എത്തിച്ചേരുന്നത്. അപ്പോൾ അന്ന് കുറേ കൂടി വിപുലമായ സൗകര്യമുള്ള ആളുകൾക്കൊക്കെ പുസ്തകം എത്തണ ഒരു സമയമാണ്. പക്ഷെ കുറച്ച് സമയം എടുക്കും. എന്തു വന്നാലും കാലതാമസം വരുമ്പോൾ അതിനോടുള്ള ഒരു ആവേശം കുറയും. അപ്പോൾ അതൊക്കെ പിന്നെ എല്ലാവരും വായിച്ചു കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് എത്തുക.
പക്ഷെ അത് മാറിയൊരു സമയം. അപ്പോൾ ശ്രദ്ധിച്ചാൽ എൻ്റെ കവിതയെ പിന്തുടരുന്ന ആളുകൾക്ക് മനസ്സിലാവും, നമ്മൾ ഈ 2003 മുതൽ വളരെ സ്പോണ്ടേനിയസ് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കുറേ കാലം ഈ 2006 വരെയൊക്കെ ഞാൻ വളരെ കുറച്ച് കവിതകളാണ് എഴുതിയത്. 2003 ഇപ്പോൾ 2006 എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ ബ്ലോഗ് വരുന്ന സമയമാണ്. അപ്പോൾ മുൻപ് ഞാനുണ്ടായിരുന്ന കുറച്ചുകൂടി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രിന്റിൽ എനിക്ക് ഇത് കുറേ കൂടി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പോയിട്രി ആണല്ലോ എന്നൊക്കെ തോന്നി വിഷമിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കണ്ടംപററി ആയിട്ട് എഴുതാൻ തുടങ്ങിയ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള പോയിറ്റ്സിനെ ഞാൻ വായിക്കാൻ ആരംഭിച്ചു. ലതീഷ് മോഹനെ പോലെ, TP വിനോദിനെ പോലെ. അതിൽ ഏറ്റവും എൻ്റെ കവിതയെ സ്വാധീനിച്ചത് പിന്നീട് ആ തുടർച്ചയായ വിഷ്ണു പ്രസാദിനെ എനിക്ക് അവിടെ നിന്നാണ് ലഭിക്കണേ. ഞാൻ ഇത്രയും കാലം കവിത എഴുതിയിരുന്നെങ്കിലും സമാനമായ കവിതാ ജീവിതമുള്ള ഒരാളായിരുന്നു വിഷ്ണു പ്രസാദ്, സമാന്തര മാഗസിനുള്ള. പക്ഷെ പുള്ളി പലപ്പോഴായിട്ട് പേര് മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു, വിഷ്ണു പ്രസാദ് പട്ടാമ്പി എന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ ശ്രദ്ധയിൽ അത് വായനയിൽ പെട്ടിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കവിതനെ എനിക്ക് വീണ്ടും കിട്ടുന്നത് ബ്ലോഗിലൂടെയാണ്. അപ്പോൾ എൻ്റെ കവിത അത് അടിമുടി ഫ്രഷാക്കി നുടി പുതുക്കി പണിതു. ഞാൻ ഇത്രയും കാലം ഒരു 15ാമത്തെ വയസ്സ് മുതൽ 24ാമത്തെ വയസ്സ് വരെ 9 വർഷം കൊണ്ട് ആർജിച്ചെടുത്ത മലയാള കവിതയോടുള്ള അടുപ്പം എന്നെ അതിനെയൊക്കെ മാറ്റി. 2006 മുതലുള്ള ബ്ലോഗ് ജീവിതം, അതിൽ വന്ന വിവിധങ്ങളായിട്ടുള്ള കവിതാ വ്യത്യസ്തതകൾ, വിവിധ ആളുകൾ, വിവിധ തൊഴിൽ മേഖല എന്നുള്ള, ഇപ്പോൾ നിരഞ്ജനെ പോലുള്ള കപ്പിത്താനാണ്. അപ്പോൾ അത്തരം ഒരു അനുഭവം മലയാള കവിതയിൽ മുൻപുണ്ടായിട്ടില്ല. എയർ ഹോസ്റ്റസുമാരായിട്ടുള്ള പെൺകുട്ടികളുടെ കവിതകൾ, കപ്പിത്താൻ, ഗ്രോസറി നടത്തുന്ന നസീർ കടിക്കാട്, ഓഫീസ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ദേവസേന. അപ്പോൾ അങ്ങനെ വളരെ ലതീഷ് അന്ന് ഒരു മാധ്യമ സ്ഥാപനത്തിലാണ് കേരളത്തിൽ. അങ്ങനെ വളരെ വ്യത്യസ്തമായിരുന്നു ഈ ബ്ലോഗ് ലോകം. വിശാഖം എന്നുള്ള പേരിൽ അല്ലേ ബ്ലോഗ് ആരംഭിക്കുന്നത്? അച്ചടി മലയാളം നാട് കടത്തിയ കവിതകൾ എന്നായിരുന്നു ആ കവിതകൾ അന്ന് അറിയപ്പെട്ടിരുന്നത്. പുസ്തകമൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ പോലും മലയാളത്തിലെ അന്നത്തെ കവിതാ ഭാവുകത്തിൽ നിന്ന് ഒരു വ്യതിയാനം ഉണ്ടാക്കാൻ ഈ ബ്ലോഗുകളിലൂടെയുള്ള കവിതകളുടെ പ്രകാശനത്തിന് പല വിധത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കവിതയുടെ ഭാഷയിൽ, അതിൻ്റെ ഫോമിൽ ഒക്കെ മാറ്റങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട്. ഈ കവിത എഴുതുന്ന അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്ന ഇടത്തിന് വലിയ സാധ്യതകളുള്ളതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലിങ്കുകളും ഹൈപ്പർ ലിങ്കുകളൊക്കെ ആയിട്ട് ദീർഘമായിട്ടുള്ള കവിതകൾ വരുന്നുണ്ട്. ഇങ്ങനെ പല നിലകളിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ മലയാളത്തിൽ 90കളുടെ തലമുറയൊക്കെ അടയാളപ്പെട്ടതുപോലെ ബ്ലോഗ് തലമുറ ഒരു പ്രസ്ഥാനമായിട്ട് അടയാളപ്പെടാതെ പോയോ? പല കവികളും അന്ന് സജീവമായി എഴുതുകയും പിന്നീട് എഴുതപ്പെടാതെ പോവുകയും ചെയ്തു. എങ്ങനെയാണ് ഇപ്പോൾ ആ കാലത്തിൻ്റെ ഒരു തുടർച്ചയെ സമീപിക്കുന്നത്? അങ്ങനെ രേഖപ്പെടുത്താതെ പോയിന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ സമയം അതിൽ എല്ലാ കാലത്തും ഓരോരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലധികം ഒരുപാട് മനുഷ്യർ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കുറച്ചുപേരെ കാണുള്ളൂ, ഒരുപാട് മനുഷ്യർ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബ്ലോഗ് കാലത്തും സംഭവിച്ചു. എത്രയോ അസംഖ്യം, ഇപ്പോൾ ഒരു 100-ലധികം മികച്ച ഓരോന്ന് മെച്ചം എന്നുള്ള അർത്ഥത്തിലുള്ള കവിതാ ബ്ലോഗുകൾ ഉണ്ടായിരുന്നു. ക്രിസ്പിൻ ജോസഫിനെ പോലുള്ള ഭാഷേനെ വേറെ രീതിയിൽ മാറ്റിയ, ദേശത്തെ മാറ്റിയ, അതിൽ സംഗീതം കൊണ്ടുവന്ന, വെസ്റ്റേൺ സംഗീതം കൊണ്ടുവന്ന ഒരു കവിയാണ്. അതുപോലെ വ്യത്യസ്ത ധാര. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാനൊക്കെ നവമാധ്യമത്തിലല്ലേ അതിനെ കൂടുതലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചിഞ്ചു റോസ എന്ന് പറയുന്ന പുതിയ കവി, അപ്പോൾ അവരൊക്കെ മുൻപേ എഴുതി തുടങ്ങിയതാണ്. പക്ഷേ അവരൊക്കെ കുറച്ചുകൂടി അവരെ തന്നെ, അപ്പോൾ ഈ ഒരു കാലത്ത് പ്രകൃതി ജീവിതത്തിലെ മനനം പോലെ തന്നെ ഇൻ്റർനെറ്റ് കാലത്തും ഒരു മനനം ഉണ്ട്. അങ്ങനെ അതിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ആ പുതിയ റിസൾട്ട് ഉണ്ടായത്. അപ്പോൾ ഒരു 2006-ലൊക്കെ 2005-ലൊക്കെ കൂടി ആരംഭിക്കണ ഒരു പ്രസ്ഥാനത്തിന് അതിൻ്റെ ഒരു വിളവെടുപ്പിൻ്റെ സമയമായിട്ടില്ല, ആവണേ ഉള്ളൂ. പക്ഷേ അതിൽ ആ റിസൾട്ടിൽ പിന്നെ അതിന് ശേഷമുള്ള 2 കാര്യങ്ങളാണ് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടത്. ഒന്ന്, അത് തന്നെ ഒന്ന് ബലപ്പെടുക, അത് മറ്റൊരു വിഭാഗത്തിനോട് പകർന്നും കൂടി കൊടുക്കുക. അതേ അർത്ഥത്തിലാണെങ്കിൽ ബ്ലോഗ് കാലമാണ് മലയാള കവിതയെ ശക്തിപ്പെടുത്തിയത്. ഇന്ന് മലയാള കവിത ഞാൻ ഇപ്പോൾ ബാഹുല്യമുണ്ടെന്നുള്ളൊരു പരാതി ഉണ്ട്. പക്ഷേ ഈ ഒരു മാധ്യമത്തിലേക്ക് ഇത്രയധികം ജനങ്ങളെ ആകർഷിച്ചതിൻ്റെ പുറകിൽ
ഇൻ്റർനെറ്റ് കാലം വലിയ ജോലി ചെയ്തു. കവിതയുടെ വായന വളരെ സജീവമായി നിന്ന ഒരു സമയം കൂടിയാണല്ലോ അത്. കവിത ചർച്ചകൾ, അങ്ങനെ കവിതയുടെ വായന വികസിച്ച ഒരു സമയത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിൽസേട്ടൻ പറഞ്ഞത്. എന്നാൽ എഴുത്തിൽ ഈ ബ്ലോഗ് കാലം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി? പ്രത്യേകിച്ച് ആ സമയത്ത് പ്രവാസി കൂടിയാണ്. അപ്പോൾ പുതിയ ജീവിതങ്ങൾ, അനേകം ജീവിതങ്ങൾ മുന്നിൽ കാണുന്നു, പുതിയ പുതിയ ദേശങ്ങൾ കാണുന്നു, പുതിയ ഒരു ഭൂപ്രകൃതിയെ കാണുന്നു. കവിതയോടുള്ള സമീപനത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ആ സമയത്ത് ഉണ്ടായത്? ഈ ദേശീയത വരെയാണ് നമ്മളുടെ സാഹിത്യത്തിൽ പലപ്പോഴും വളരെ ഭാവന. നമുക്കിപ്പോൾ ടി ഡി രാമകൃഷ്ണനൊക്കെ ചെയ്തതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസൊക്കെ ശേഖരിച്ച് മേക്ക് ചെയ്യണ കവിതകളും കഥകളും ഉണ്ട്. അത് സെക്കൻഡറി നോവലിലൊക്കെ അത് വേണം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്യൂറേറ്റർ എന്നുള്ള നിലയിൽ പണിയെടുക്കണം. കവിക്ക് മിക്കവാറും അയാളുടെ ഇതൊരു വ്യക്തിപരമായ കലാരൂപമാണല്ലോ. ഒരു വ്യക്തിയും വാക്കുകളും ചേർന്നിട്ടുള്ളൊരു കലാരൂപമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ അയാളുടെ അനുഭവങ്ങൾ പോയട്രിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് അനുഭവം നമ്മളുടെ അത് ഈ ലോകത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പം നമ്മുടെ കഴിഞ്ഞ തലമുറ നാട് വിട്ടു പോയില്ല, അതിന് തൊട്ട് കുറേ മുമ്പുള്ള തലമുറ പോയില്ല. യാത്രയുടെ അത് കഴിഞ്ഞിട്ട് സാങ്കേതികത കൂടി വന്ന് നമ്മൾ പതുക്കനെ യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്ര ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോയത് പിന്നെ ദില്ലി വരെയാണ്. അപ്പോൾ ആ സാഹിത്യത്തിൽ നോക്കുക, വന്ന് ഇപ്പോൾ സച്ചിദാനന്ദനെ പോലുള്ളൊരു കവി ഒരു ദേശീയ കവിയായിട്ട് ഇപ്പോഴും അദ്ദേഹത്തിന് പ്രാധാന്യമുണ്ട്. അദ്ദേഹത്തിന് അതിനപ്പുറത്തേക്ക് പോയിണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് അദ്ദേഹം വിസിറ്റിനൊക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് സാഹിത്യ സമ്മേളനങ്ങൾക്ക് പോണ പോലെയല്ല. ഒരു ജീവിതാനം ഒരു 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 വളരെ റോഡിലൂടെ ഇറങ്ങി നടന്നിട്ടൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ ഒരു മുറുക്കാൻ കടക്കാരനെ, അവിടുത്തെ ഒരു ദരിദ്രനായിട്ടുള്ള ആളുകളെയൊന്നും ഇവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ പോയിറ്റ്സിൻ്റെ പരിമിതിയൊന്നുമില്ല. അതിന് ശേഷം വന്ന തലമുറ പിന്നീട് യാത്ര ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഗൾഫ് വരെയെങ്കിലും എത്തി. അതിനുശേഷം വന്നൊരു യൂറോപ്പിലേക്ക് പോയി. അപ്പോൾ അവരുടെ ഫസ്റ്റ് ഹാൻഡ് അനുഭവങ്ങൾ തന്നെ കവിതയിലേക്ക് വന്നു. അത് മാറ്റം വന്നു തുടങ്ങി. അപ്പോൾ അപ്പോൾ ബാഹുല്യം ഉണ്ടായി എന്നുള്ള ഒരു പരാതി, അതുപോലെ തന്നെ വൈവിധ്യം ഉണ്ടാക്കി. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിൽ തന്നെ 2-3 തവണ എന്നോട് വിൽസൺ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് കവിതകൾ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലുള്ള കവിതകൾ കൂടുതൽ ശ്രദ്ധിക്കാതിരുന്നത്? ഞാൻ എൻ്റെ കവിതനെ വളരെ സീരിയസ് ആയിട്ട് തുടങ്ങിയ സമയത്ത് ഞാൻ അത്തരം വളരെ ശ്രദ്ധയിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അത്തരം കവികളെ, എനിക്ക് യഹൂദ മിച്ചായി പോലുള്ള സുരേഷ് കാസൻ പോലുള്ള കവിതകളുടെ വിവർത്തനങ്ങളൊക്കെ ഞാൻ പരിശ്രമവും പബ്ലിഷൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് ഇൻ്റർനെറ്റ് വന്നതോടുകൂടിയിട്ട് എന്താ സംഭവിച്ചതെന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ പലപ്പോഴും മറ്റ് ഭാഷകളിലെ കവിതകൾ പരിശോധിക്കാൻ തന്നെ കാരണം നമ്മളുടെ കുറേ കൂടി വന്യമായിട്ടുള്ള പിന്നെ ആഗ്രഹങ്ങൾ, ഉത്കടങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന കവിതകളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതെനിക്ക് മലയാളത്തിൽ നിന്ന് തന്നെ കിട്ടാൻ തുടങ്ങി. അത്തരം വൈവിധ്യം മലയാള കവിത പ്രകടിപ്പിക്കാൻ തുടങ്ങി. അതിന് കാരണക്കാരായത് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇതിലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നീട് അതിൽ എത്ര പേര് ഗൗരവമായി എന്ന് വിചാരിച്ചിട്ട് അത് കാര്യമൊന്നുമില്ല, അത് പോയിക്കോട്ടെ. പക്ഷേ ആ ഒരു സ്പേസ് അവരുടെ ഉണ്ടാക്കിയിട്ടിട്ടാണ് പോയത്. അങ്ങനെ അനുഭവങ്ങളുടെ ഒരു വൈവിധ്യം. അതേസമയം നേരത്തെ പറഞ്ഞൊരു അത് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് ഈ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. നമ്മളൊരു സഞ്ചാരിയായിട്ട് ഒരു നാടിനെ സമീപിക്കുന്നതും അവിടെ ഒരു തൊഴിലാളിയായിട്ട് ജീവിച്ച് അവിടെ നിന്നുകൊണ്ട് കവിത എഴുതുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ മറ്റൊരാളായി മറ്റൊരു ദേശത്ത് അവിടുത്തെ ഒരു ജീവിതം നയിക്കുകയാണല്ലോ. ഈ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് കവിതകളിലേക്ക് വന്നിട്ടുള്ളത്? ഈ കമറൂൾ നാട്ടിൽ പോകുന്നു എന്ന് പറയുന്ന ഒരു കവിത എന്നെ ഈ SN കോളേജിൻ്റെ SN യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനെടുത്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോളുകളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ പിന്നീട് ഈ കമറൂളിനെ ഓർത്തു. കമറൂള് ഞാൻ ജോലി ചെയ്തിരുന്ന റേഡിയോ സ്റ്റേഷനിലെ ഓഫീസ് ബോയ് ആണ്, ബംഗ്ലാദേശ് സ്വദേശിയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ ഈ ചായ കൂടുതൽ വർക്കിനിടയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഈ കമറൂളായിട്ട് ആത്മബന്ധം കൂടി. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചായ കൊണ്ടുതരും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സൗഹൃദം കൂടി. അപ്പോൾ അവനൊരിക്കൽ നാട്ടിൽ പോണ അനുഭവമാണ് ഞാൻ ആ കവിതയിൽ കമറൂൾ നാട്ടിൽ പോകുന്നു എന്നുള്ള കവിത. അപ്പോൾ ലിഫ്റ്റൊക്കെ ഇറങ്ങുമ്പോൾ അവൻ എണ്ണണത് 4, 3, 2, 1 നോക്കുക. അപ്പോൾ ആ ആഹ്ലാദം ചിത്രീകരിച്ചൊരു കവിതയായിരുന്നു. അത് കുറേ പേർക്ക് മനസ്സിലായി. അപ്പോൾ ഒരുപക്ഷെ അതിക്ക് തൊട്ട് മുമ്പാണ് ദേശം വിടാത്ത ആളുകളാണ് ഇത് വായിക്കണമെങ്കിൽ അവർക്ക് അത്ര മനസ്സിലാവില്ല. നാട്ടിൽ പോണത് ഇത്ര മാത്രം, എന്താണ് ഇത്ര ഇത്. അപ്പോൾ പക്ഷേ അങ്ങനെ സമാന അനുഭവങ്ങളുള്ള ഒരുപാട് കവിതകൾ ലോകത്ത്. അതിന് വേറെ ഇപ്പോൾ UAE-യിലാണ് എനിക്ക് അനുഭവമുള്ളൂ.
അവിടെ പക്ഷേ ഒരു സൗഭാഗ്യങ്ങളിലൊന്ന്, അപ്പോൾ അവരിവരുടെ ഇത് ടാഗ് തന്നെ ലോകത്തിൻ്റെ വീട് എന്നാണ് ഒരു മലയാളം. നല്ല ഇതായിട്ട് തോന്നി. 100-200 രാജ്യക്കാരവിടെ അധിവസിക്കുന്നുണ്ട്. അവരുടെ 3 തലമുറയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ഇനിയുണ്ടാവുന്ന സ്കൂളുകളിലൊക്കെ പഠിച്ച കുട്ടികളുടെ ഒരു വേറൊരു ജീവിതബോധം നോക്കൂ. അവരപ്പുറത്തപ്പുറത്ത് ഇരിക്കുന്നത് ആഫ്രിക്കൻ സ്വദേശികൾ, ഫിലിപ്പൈൻസ്, അവർ ക്ലാസ്മേറ്റ്സൊക്കെ തന്നെ അവരാണ്. എല്ലാ രാജ്യക്കാരും 200 രാജ്യക്കാർ ഒരു ക്ലാസ് മുറിയിൽ നിന്നുണ്ടാവണം. അതിലൊരു മലയാളി ജീനുള്ളൊരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ അവർ കവിതയിലേക്ക് വരണം. അങ്ങനത്തെ കവികളെ ഞാൻ പരിചയപ്പെട്ടു. ഇപ്പോൾ തഹാനിനെ പോലുള്ള പുതിയ കവികളെ അവിടെ എത്തിയപ്പോൾ ഞാൻ പരിചയപ്പെട്ടു. അവർ ഇംഗ്ലീഷിലാണ് എഴുതണേ, പക്ഷേ അവരുടെ ഈ കവിതകളിലൊക്കെ തന്നെ മലയാളം എലമെൻ്റ് ഉണ്ട്. അവർ അതിൽ പലപ്പോഴായിട്ട് കോഴിക്കോട്ടത്തെ ഭാഷ ഒക്കെ കടന്നു വരുന്നുണ്ട്. ഇൻവെർട്ടഡ് കോമയിലാണെങ്കിൽ കൂടിയും അത് കാണുമ്പോണ്ടാണ് നമുക്ക് സന്തോഷമുണ്ട്. അവർ ആ വാക്കുകൾ അവരും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷിലാണെങ്കിൽ കൂടിയും. പക്ഷേ അത് പുതിയ കവിതയിൽ, ഇംഗ്ലീഷ് കവിതയിൽ അതിൻ്റെ നന്നായി ഒരു വാക്കിനെ അന്വേഷിക്കുന്ന ഒരു കവി കണ്ടെത്തുകയല്ലേ ഇന്ന വാക്ക്. തിരിച്ച് നമ്മളൊരു കാലത്ത് ഗൾഫിൽ നിന്നും അറേബ്യൻ ലാംഗ്വേജിൽ നിന്ന് എല്ലാ ലാംഗ്വേജിൽ നിന്നും എടുത്ത പോലെ തന്നെ നമ്മളിവിടെ ഉണ്ടായ വാക്കുകൾ ഇപ്പോൾ കവിതയിലൂടെ പുറത്തേക്ക് കൊടുക്കേണ്ടെന്നാണ്. അതിന് ആ സന്തോഷം എനിക്കുണ്ട്. അപ്പോൾ അത് ഏകാന്തതയും കൂടെ ആ കവിതകളിൽ നിരന്തരമായിട്ട് വേട്ടയാടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അത്തരത്തിലുള്ള ഒഴിവ് സമയങ്ങൾ ഒക്കെ കവിതകളിലേക്ക് കയറി വരുന്നുണ്ട്. അത് ഇനി അത് വേണ്ടി വരില്ല. കാരണം ഇപ്പം ഞങ്ങളൊക്കെ പോയ സമയത്ത് ടെക്നോളജി ഇത്രമാത്രം പിന്നെ നന്നായിട്ടില്ല. ഇപ്പോൾ അകൽച്ച, ഇപ്പോൾ ഓരോ നിമിഷവും നമുക്ക് കാണാം അവരെന്താ. അപ്പം ആ ഒരു മിസ്സിങ് വന്നില്ല. ടച്ച് അല്ലെങ്കിൽ സ്പർശത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം മാത്രമേ അതും പരിഹരിക്കുമായിരിക്കും. അപ്പോൾ മെഷീൻ അത്രയധികം വികസിച്ചതുകൊണ്ട് ഇനി കാലദേശ പോയിട്ടെന്നൊന്നും പറഞ്ഞിട്ട് അതിൽ പ്രത്യേകിച്ച് അർത്ഥമുണ്ടില്ല. പക്ഷെ നേരിട്ട് പോണ അനുഭവം വേറെ തന്നെ ആയിരിക്കും, അത് തർക്കമില്ല. പക്ഷേ ഏത് ദേശത്തെക്കുറിച്ചും സാമാന്യ ബോധം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു സ്ഥലത്തൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ പിന്നെ ഏകാന്തത ഇല്ലാതായി. കാരണം എൻ്റെ തലമുറയിലൊക്കെ പെട്ട കഷ്ടിച്ച് അതിന് തൊട്ട് മുമ്പ് തലമുറക്ക് ഇത്ര സമയം ടെക്നിക്കൽ സാധനങ്ങളിൽ ചിലവഴിക്കേണ്ടതായി വന്നിരുന്നില്ല. പക്ഷേ ഒരാളുടെ ജീവിതത്തിൽ, ഒരു സാധാരണ പ്രൊഫഷണലിൻ്റെ ജീവിതത്തിൽ 8-10 മണിക്കൂറൊക്കെ മെഷീനു വേണ്ടി മാത്രം ചിലവഴിച്ചാലേ അവർക്ക് അവരുടെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനാവൂന്ന് വന്നിട്ടുണ്ട്. അതെല്ലാ ഫീൽഡിലും വന്നിട്ടുണ്ട്. എഴുത്തുകാർക്കും അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ എഴുത്തുകാർക്ക് മാത്രം വരുമ്പോൾ ഉണ്ടാവണ, അപ്പോൾ എഴുത്തുകാർക്ക് മാത്രമാണ് ഈ പ്രശ്നം വന്നതെങ്കിൽ എനിക്കതിൽ ഭീതി ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഭീതി ഇല്ലാത്തത് മറ്റ് ഈ വായനക്കാരും ഈ തിരക്ക് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക്. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ഇവർ നിർബന്ധിതരാവും. ഇതിനൊരു ഫോം മാറ്റം ഇപ്പോൾ അതിലൊക്കെ നിരീക്ഷിക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് പോയിട്രിക്ക് സാധ്യതകൾ കൂടും, ചെറിയ റീൽസിലുള്ള. അപ്പോൾ അതിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ജീൻ പക്ഷേ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്, ഇപ്പം ഈ ലാംഗ്വേജിൻ്റെ പിൻബലമുള്ള ആളുകളുടെ ശിഷ്യരോ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യും. അപ്പോൾ അതിലൂടെ പോയട്രി അങ്ങോട്ട് സഞ്ചരിച്ചോളും. അതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതെ, അല്ല, ബ്ലോഗ് കാലത്തെ സജീവമായിട്ടുള്ള കവിതാ ചർച്ചകൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയൊക്കെ തുടരുന്നുണ്ട് വേറൊരു നിലയ്ക്ക്. അതേസമയം പ്രവാസ സാഹിത്യം വിപുലമായ ഒരു ദശാബ്ദങ്ങൾ കൂടിയായിരുന്നു ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾ. ആ നിലയ്ക്ക് വിൽസൺ ചേട്ടൻ ആ സമയത്ത് എഴുതിയ കവിതകൾ ഇന്ന് വീണ്ടും വായിക്കപ്പെടുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇത്തവണ ഷാർജ ബുക്ക് ഫെസ്റ്റിൽ ആ കവിതകളുടെ പ്രകാശനത്തിനായിട്ട് വീണ്ടും ഒരിക്കൽ തൊഴിലാളിയായിരുന്ന, പണിയെടുത്തിരുന്ന ആ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് ഒരു കവിയായിട്ട്, എഴുത്തുകാരനായിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ. അപ്പോൾ ഇത്തവണ പോയപ്പോൾ ആ തടാകത്തിൽ പ്രതിഫലിച്ച് കണ്ടത് എന്തെല്ലാമാണ്? അത് വളരെ പിന്നെ ഈ പറഞ്ഞ പോലെ വൈകാരികമായ ഒരു ചോദ്യം കൂടിയിട്ടാണ്. നമ്മൾ അത് പ്രായമൊക്കെ ആയിട്ട് വലിയ ബന്ധമല്ലേ. ഇപ്പോൾ ഞാൻ എൻ്റെ നല്ല ചെറുപ്പത്തിലല്ലേ, 24 വയസ്സ് മുതൽ 34 വയസ്സ് വരെ നിറയെ യൗവനത്തിലൊക്കെയാണ് നമ്മൾ UAE പോകുന്നത് മലയാളം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിച്ച ഈ ഭാഷാ മലയാളം എന്ന് പറയുന്നത് നമ്മളിവിടത്തേക്കാൾ ഇൻറ്റിമസിയോട് കൂടിയിട്ടാണ് അവിടുത്തെ ഭാഷാ മലയാളം എന്നെ സ്വീകരിച്ചത്. അത്ഭുത കഥകൾ എനിക്ക് പറയാനുണ്ട്. അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന് പറയുന്ന എന്തുകൊണ്ടും മലയാളത്തിനൊരു വലിയ കഥാപാത്രമായിട്ട് ഉള്ളിലുള്ള ഒരാളാണ്. അത് പക്ഷേ മലയാളിക്ക്, കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾക്ക് എത്ര അനുഭവവേദ്യമാണെന്ന് അറിയില്ല. ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള അദ്ദേഹം അക്ഷര ശ്ലോകത്തിൽ വളരെ വിദഗ്ധനായിരുന്നു. അപ്പോൾ
അദ്ദേഹത്തിനുള്ള സാഹിത്യമാണ് വൈശാലി പോലുള്ള സിനിമകളിലേക്കൊക്കെ പുള്ളി അത് വരണേ നിർമ്മിക്കാനൊക്കെ. ഒരേ സമയം ബിസിനസ്സുകാരനും അതേസമയം അതിലുപരി കലാകാരനുമായിട്ടുള്ള ഒരാളാണ് അറ്റ്ലസ് രാമചന്ദ്രൻ. അപ്പോൾ അദ്ദേഹം ഞാൻ അവിടെ റേഡിയോയിൽ ഏഷ്യാനെറ്റ് റേഡിയോയിൽ വാർത്താ വായനക്കാരനായിട്ട് ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ച് സമയങ്ങളൊക്കെ തന്നെ ഞാൻ സാഹിത്യ സംബന്ധിയായിട്ടുള്ള പരിപാടികളും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെല്ലണയ്ക്ക് തൊട്ട് മുൻപ് വരെ അക്ഷര ശ്ലോക സദസ്സിൻ്റെ ഒരു അരമണിക്കൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കോർഡിനേറ്റ് ചെയ്തിരുന്നത് അറ്റ്ലസ് രാമചന്ദ്രനാണ്. ആ കഥ എന്നെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചു. രാമോഹൻ പാലിയത്തിനെ പോലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ അറ്റ്ലസ് രാമചന്ദ്രൻ അവധി ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച ഒരു കാറും എടുത്തിട്ട് UAE വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഈ അക്ഷര ശ്ലോകത്തിൽ ഇഷ്ടമുള്ള ആളുകളെ കളക്ട് ചെയ്ത് ദുബായിൽ ഉള്ള ഏഷ്യാനെറ്റ് റേഡിയോയിൽ വന്ന് ഇത് സ്വന്തം നിലയ്ക്ക് റെക്കോർഡ് ചെയ്ത് തിരിച്ചു പോകുമായിരുന്നു. ആ പരിപാടി എല്ലാ ആഴ്ച അവതരിപ്പിക്കുമായിരുന്നു. അപ്പോൾ കേരളത്തിൽ തന്നെ അക്ഷര ശ്ലോകമൊക്കെ കേൾക്കാൻ ആളില്ലാതിരുന്നൊരു സമയത്ത് ഗൾഫ് പോലുള്ള ഒരു വിപണന സാധ്യതയുടെ സ്ഥലത്ത് അങ്ങനെ അവതരിപ്പിച്ച ആളുകളുടെ അവരുടെ പ്രജ്ഞ നോക്കൂ, അവരുടെ അതിനോടുള്ള ഇഷ്ടം നോക്കൂ. ആ ഇൻറ്റിമസിയാണ് എന്നെ ഇഷ്ടപ്പെടുത്തിയത്. ഞാനിവിടെ നാട് വിടുമ്പോഴേക്കും ഇവിടുത്തെ ഈ ഭാഷയോടും ഇത്തരം കാര്യങ്ങളോടുള്ള ഇൻറ്റിമസിയൊക്കെ ഒരു നഷ്ടപ്പെട്ട് തുടങ്ങുന്ന ഒരു സമയമായിരുന്നു. ഞാനവിടെ ചെന്ന് പെട്ടത് ഉഗ്രൻ സ്ഥലത്താണ്. ഇത്രയും ഭാഷയോട് ഇത്തരം പ്രവൃത്തികളോടൊക്കെ ഉള്ള കാരണം അവർ അന്ന് പോയ രാഷ്ട്രീയവും അന്ന് പോയ ഭാഷയൊക്കെയാണ് അവരുടെ പ്രകൃതിയൊക്കെയാണ് അവരുടെ ഉള്ളിൽ പലപ്പോഴും ജീവിക്കണേ. അതുകൊണ്ട് അവർ ഇപ്പോഴും നാടകോത്സവങ്ങൾ UAE നാടകോത്സവങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. മലയാള നാടകോത്സവങ്ങൾ അത്ര സീരിയസ് ആയിട്ടാണ് അവർ അതിനെ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി ആദ്യം പിന്നെ KPK വേങ്ങരെ പോലുള്ള വലിയ പ്രക്ഷേപകർ അങ്ങനെ അവിടെ ഒരു ലാംഗ്വേജിന് ബഹുമാനമുള്ള ഒരുപാട് മനുഷ്യരെ എനിക്ക് കാട്ടിത്തന്നു. അസ്മോ പുത്തഞ്ചിറയെ പോലുള്ള കവിതയെ പ്രണയിക്കുന്ന ആളുകൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മലയാളികൾ മാത്രമല്ലല്ലോ, അവിടുത്തെ അറബ് കവികളുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ ഒരുമിച്ച് മുഷാഹറകൾ നടത്തുകയൊക്കെ ചെയ്തിരുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ അതിൽ അതിന് പരിമിതി ഉണ്ടായിരുന്നു. ആ പരിമിതി ഇപ്പം മാറി. മുൻപ് ലാംഗ്വേജിൻ്റെ ഒരു തടസ്സം, അറബിക് പോലുള്ള ലാംഗ്വേജ് അറിയണവർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് ഒരു എൻട്രി ഉണ്ടാവുമായിരുന്നുള്ളൂ. പലപ്പോഴും ജോലിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവിടെ പോകുന്ന ആളുകൾ അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ നൂലുമ്പ് നിന്നിട്ടാണ് അവിടുത്തെ ഒരു ജീവിതം. അപ്പം അതിനിടയിൽ കുറെ കൂടി സൗകര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ ഇപ്പോൾ ഒരു അവധി ദിവസം കിട്ടിയവർക്ക് ഒരു സാഹിത്യ പരിപാടിക്ക് പോകാനോ തൊഴിലാളികൾക്കൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ എത്രയോ ജന്മങ്ങൾ പിന്നെ അവരുടെ ആഗ്രഹങ്ങൾ നെടുവീർപ്പുകളായിട്ട് പോയിട്ടുണ്ട്. പിന്നെയും കൂടി വന്ന തലമുറ ഇപ്പോൾ രാമോഹനൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് കാര്യം നാട്ടിൽ വെച്ച് കവിതകൾ വായിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും എറണാകുളത്തിൻ്റെ ഓർമ്മയ്ക്കൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. TP അനിൽകുമാർ, അനൂപ് ചന്ദ്രൻ. ഞാൻ ചെന്നപ്പോൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള കവികൾക്കിടയിലാണ് ഞാൻ ചെന്നത്. അവിടെ റഫീഖ് തിരുവള്ളൂർ, കമറുദ്ദീൻ ആമയം, സർജു, കരുണാകരൻ, അങ്ങനെ ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഒരു പ്രവാസ കവിത വലിയ ശക്തി പ്രാപിക്കുന്ന ഒരു സമയത്താണ്. വളരെ സീരിയസ് ആയിട്ടുള്ള നല്ല റൈറ്റേഴ്സ് അവിടെ ഉള്ളൊരു സമയത്ത് കവിതയിൽ പ്രത്യേകിച്ചും. ഈ ഭാഗ്യാന്വേഷിയായിട്ട് കൂടിയാണല്ലോ അവിടെ നമ്മൾ പ്രവാസിയായിട്ട് എത്തുന്നത്. ആ ഒരു അനുഭവം കവിതകളിൽ ഇടയ്ക്കിടെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന നൃത്തം എന്നുള്ള കവിതയൊക്കെയാണ്. ഈ അടിക്കാൻ പറ്റാതെ പോകുന്ന ആ പന്തിന് മുന്നിൽ കാണുമ്പോഴുള്ള ആ ഒരു വെമ്പൽ, ആ ഒരു ഭാഗ്യാന്വേഷിയുടെ ഒരു കവിത കൂടിയാണല്ലോ അത്, നൃത്തം. പൊതുവെ ഭാഗ്യം എന്നുള്ള ഒരു ഇത് എൻ്റെ കവിതകളിൽ വരുന്നുണ്ട്. കാരണം അത് പലപ്പോഴായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ള കവിതയിൽ നിന്നുള്ള എനിക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളാണ് കേട്ടോ. കാരണം ഞാൻ എൻ്റെ നിത്യജീവിതത്തിൽ എത്രയോ പ്രതിഭാശാലികളായിട്ടുള്ള കവികളെ കണ്ടിരിക്കുന്നു. പക്ഷെ പലരും എനിക്ക് കിട്ടിയ സമ്മാനങ്ങളുടെ ഒരു അംശം പോലും കിട്ടിയില്ല. അതിന് പല കാര്യങ്ങളുണ്ടാവും. അതിലൊന്ന് ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഭാഗ്യം നിങ്ങൾ പറയുന്ന നിർവചനത്തിലേക്ക് പെടണമെന്നൊന്നുമില്ല. പക്ഷെ എനിക്കത് എപ്പോഴും ലഭിച്ചിട്ടുണ്ട്. അതിന് പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പരിശ്രമശാലിയായിട്ടുള്ള ഒരാളാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ അത് ഇപ്പോൾ എന്നെ അപ്പൻ പഠിപ്പിച്ചൊരു പാഠമാണ്. ഞാൻ എപ്പോഴും പരിശ്രമശാലിയായിട്ടുള്ള. അപ്പോൾ എൻ്റെ കവിതാ മേഖലയിൽ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കതിൽ ഫലം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും ഉണ്ടായിട്ടും ഇല്ലാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അക്കാലത്ത് തന്നെ അപ്പോൾ സഹകവികളായിരുന്ന പലർക്കും ഈ പറഞ്ഞതുപോലെ പിൽക്കാലത്ത് കവിതയിൽ അംഗീകാരങ്ങൾ നേടാനോ അല്ലെങ്കിൽ ഒരു കവിയായിട്ട് തുടർന്ന് ജീവിക്കാനോ കഴിയാതെ പോയിട്ടുണ്ടോ? പിന്നെ ബിജു കാഞ്ഞങ്ങാടിനെ പോലുള്ള കവികൾ ഇപ്പോൾ നിരന്തരം ഇപ്പോൾ അതിലേറ്റവും എൻ്റെ ഒരു വലിയ വേദന എന്ന് പറയുന്ന ഒരാൾ, ഞാൻ പിന്നെ അവൻ്റെ പേരിൽ ഉള്ള അവാർഡ് ജിനേഷ് മടപ്പള്ളിയാണ്.
ജിനേഷ് മടപ്പള്ളി ആത്മഹത്യ ചെയ്യായിരുന്നു. അപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് തന്നെ അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. അപ്പം ഞാൻ പിന്നീട് അന്വേഷിക്കുമ്പോഴൊക്കെ ഈ ഒരു അംഗീകാരത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം ഒരു എലമെൻ്റ് കേട്ടോ, ബാക്കി എനിക്ക് അതിൻ്റെ കാരണങ്ങളൊന്നും ഞാൻ പറയാൻ ആളല്ല. പക്ഷേ അയാളുടെ അതിതീവ്രമായിട്ടുള്ള കവിത ഉണ്ടായിരുന്നു, കവിതാ പരിശ്രമങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള, അപ്പോൾ ചിലപ്പോൾ വ്യക്തി ജീവിതം നമ്മൾക്ക് നിരാശകളൊക്കെ തരാം, കുടുംബജീവിതം തരാം, തൊഴിൽ ജീവിതം തരാം. പക്ഷേ അയാൾ അയാൾ കുറേ കൂടി സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മേഖല ഒരു സമ്മാനം അയാൾക്ക് കൊടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു നോട്ടം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അതിനിരാശനായി പോകും. അങ്ങനത്തെ ആളുകളെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്, വേറൊന്നിനും താല്പര്യമില്ലാതെ. പിന്നീടൊക്കെ ബാക്കി എല്ലാ ഫീൽഡിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ അവരുടെ സർഗശേഷിയെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിരാശരായ മനുഷ്യരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പലപ്പോഴായിട്ട് അത് ഒന്നാമത്തെ എല്ലാ കാലത്തും കവികൾ പങ്കുവെക്കുന്ന ഒരു എന്താ പറയുക വികാരം കൂടിയാണത്. നമ്മൾ മറഞ്ഞിരിക്കേണ്ടി വരിക അല്ലെങ്കിൽ മറവിയിൽ ഇരിക്കേണ്ടി വരിക എന്നുള്ളത്. അതേസമയം നമ്മൾ പ്രവാസ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുമായിരുന്നല്ലോ. പ്രവാസ സാഹിത്യത്തിൽ ആ സമയത്ത് മലയാളത്തിൽ കവികൾ വലിയ ഒരു മൂവ്മെൻ്റായിട്ട് വരുന്നുണ്ട്. പിന്നീട് അതെനിക്ക് വികസിച്ചത് എനിക്ക് തോന്നുന്നു നോവലുകളിലൂടെയാണെന്ന്. കവിതയ്ക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടായിരിക്കും? ഈ പ്രവാസ സാഹിത്യത്തിലെ ആളുകൾക്ക് അതിന് വിപണിയായിട്ട് നല്ല ബന്ധമുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഇപ്പോൾ പറഞ്ഞ ഒബ്സർവേഷൻ വളരെ കറക്റ്റാണ്. ഇപ്പോൾ ബെന്യാമിൻ മലയാള സാഹിത്യത്തിൽ നോക്കൂ, കഴിഞ്ഞ 20 വർഷത്തിനിടയിലുണ്ടായ വലിയ മാറ്റങ്ങളിലൊന്ന് അതിനു മുമ്പ് കൊച്ചുബാവയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അദ്ദേഹത്തെ നാട്ടിലൊക്കെ വന്നതിന് ശേഷമാണ് പിന്നീട് ആൾക്ക് കുറേ കൂടി വേരുകൾ ഉണ്ടാവണേ. പക്ഷെ ഗൾഫിൽ നിന്ന് ഇവിടെ നിന്ന് നാട് വിട്ടുപോയ നല്ല എഴുത്തുകാർക്കൊന്നും തന്നെ അങ്ങനെ ഒരു സ്പേസ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിൽ തുടക്കമിട്ടത് ബെന്യാമിനാണ്. അതേ അർത്ഥത്തിൽ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ പിന്നീട് വന്ന ആളെ നോക്ക് ഷീല ടോമി. ഇപ്പോൾ ഷീല നോവൽ തന്നെയാണ്. ഷീല ടോമിയായിട്ട് എനിക്കുള്ള ബന്ധം വളരെ കൗതുകകരമാണ്. അപ്പോൾ ഞാൻ റേഡിയോയിൽ വാർത്ത വായിക്കുമ്പോൾ സാഹിത്യ സംബന്ധിയായിട്ടുള്ള പരിപാടികൾ നടത്തുമെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അവർ ബെഹറിനിൽ നിന്ന് റേഡിയോയ്ക്ക് കത്തെഴുതുമായിരുന്നു. അതിൽ പലപ്പോഴും നമ്മൾ അവതരിപ്പിക്കുന്ന കവിതാ പരിപാടികളെക്കുറിച്ച് ആ കത്തിപ്പോഴും ആ കൈപ്പട എനിക്ക് ഓർമ്മയുണ്ട്. ഷീല ടോമി ഈ കത്ത് പിന്നെ അപ്പോൾ ബ്ലോഗിൽ വന്നപ്പോഴും പിന്നീട് ഞാൻ ഷീല ടോമിനെ കണ്ടു. പിന്നെ ഞാൻ കാണുന്നത് എന്ന് പറയുന്നത് വലിയൊരു നോവലായിട്ടാണ്. അപ്പോൾ ഒരു റേഡിയോയ്ക്ക് കത്ത് എഴുതുമായിരുന്നൊരു വീട്ടമ്മയിൽ നിന്ന് വലിയ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ റൈറ്ററാണ്. അപ്പോൾ അതിലേക്കുള്ള വളർച്ച ഞാൻ അടുത്ത് കണ്ടു. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. അതിന് കാരണമായത് ഇൻ്റർനെറ്റാണ്. അപ്പോൾ ഇതിലും പ്രതിഭാശാലികളായിട്ടുള്ള ധാരാളം കഥാകാരന്മാരും കവികളൊക്കെ തന്നെ നാട് കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ അവർക്കൊന്നും പിന്നീട് ഈ കണക്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഏറ്റവും അതിശക്തമായ കാലത്ത് നമുക്കതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റി. ഇനി ആ പ്രശ്നം കാലദേശ ഭേദമൊക്കെ ഇതിനെ മറികടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉണ്ടാവുന്ന ഒരു ആൽബം, കവിത, റീലുകളൊക്കെ തന്നെ ചിലപ്പോൾ വേറെ കൊറിയൻ മ്യൂസിക് വരാം. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന ഒരു പെർഫോമൻസ്, പോയട്രി ഒക്കെ അത് ഡ്രീമാണ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കുട്ടികൾ അതിൻ്റെ ജോലി ആരംഭിച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഗോൾഡ് FM കൂടി ഒരിക്കൽ കൂടി ഇപ്രാവശ്യം ഞാൻ വിൽസൺ ചേട്ടൻ പോയത് ഞാൻ ഓർത്തു, ഷാർജയിൽ പോയപ്പോൾ. ഇപ്രാവശ്യം പക്ഷേ ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനാണ് പോയത്. ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു അവിടെ, വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു അവിടെ. എഴുത്തിൽ ഒക്കെ അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു ജീവിത രീതിയുടെ, അതിൻ്റെ തിരക്കിൻ്റെ. ഇപ്പോൾ വീണ്ടും ചെന്ന് അവിടെ സംസാരിക്കുമ്പോൾ എന്തായിരുന്നു കാര്യമായിട്ടും മനസ്സിൽ? അന്ന് ഒരു റേഡിയോ വാർത്താ വായനക്കാരനായിരുന്ന സമയത്ത് എനിക്ക് ധാരാളം റേഡിയോ വാർത്താ വായനക്കാരൻ എന്നുള്ള നിലയിൽ കുറേ ഫോളോവേഴ്സ് എനിക്ക് അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ കുറേ കൂടി ആളുകൾ എന്നെ കുറച്ചുകൂടി ഇഷ്ടത്തോടെ കണ്ടിരുന്നത് ഇയാൾ സാഹിത്യ സംബന്ധിയായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളതിനാൽ. അതിനൊരു കാരണം പൊതുവെ എഡ്യൂക്കേഷനിൽ അത്യാവശ്യം ഈ തൊഴിലാളികൾ ഒരേ സമയം ഉണ്ടെങ്കിൽ കൂടിയും നല്ലൊരു വിഭാഗം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരും അവിടെ പോയിട്ടുണ്ട്. ലാംഗ്വേജ് പഠിച്ചവരുണ്ട്, എൻജിനീയറിംഗ് പഠിച്ചവർ. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വലിയ കുറച്ചുകൂടി അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള, എന്നാൽ ഈ ലാംഗ്വേജിൽ തന്നെ സ്വപ്നം കാണുന്ന മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മുടെ വാർത്താ വായന കേൾക്കുമ്പോഴോ നമ്മുടെ വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോഴോ അവർക്ക് മനസ്സിലാവും ഇതിൻ്റെ കവിതയുടെ പിൻബലമുള്ള ഉണ്ട്. അങ്ങനെ വളരെ കുറച്ച് മനുഷ്യരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എല്ലാ രാജ്യത്തു നിന്നും ആ പ്രക്ഷേപണ സമയത്ത്. അപ്പോൾ അതൊക്കെ തന്ന ഒരു ഊർജം വലുതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിനു വേണ്ടി തന്നെ ഒരു എഫർട്ട് ഇട്ടിരുന്നു. ജീവിതത്തിൽ ഒരു ദിവസത്തെ
ഉണ്ടാക്കി തിരിച്ച് രാവിലെ വാർത്താ സംബന്ധിയായ കാര്യങ്ങൾക്കും വൈകുന്നേരം കവിതാ സംബന്ധിയായ പ്രവർത്തനങ്ങൾക്കും കിട്ടുന്ന അവധി ദിവസങ്ങളൊക്കെ തന്നെ അവിടുത്തെ കവിതാ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ ശ്രദ്ധിക്കുകയും അതൊരു പിന്നെ അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ അതേ അർത്ഥത്തിൽ ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ കൂടിയും ഞാനത് കീപ്പ് ചെയ്തു. അപ്പോൾ ബെന്യാമിൻ ആടുജീവിതം പ്രകാശനം ചെയ്യാൻ എന്നെ വിളിക്കുമ്പോൾ ഒരു റേഡിയോ പ്രക്ഷേപകൻ്റെ സ്റ്റാർഡം ആണ് ആദ്യം വർക്ക് ചെയ്തതെങ്കിലും കവിയാണെന്നുള്ള ഒരു പ്ലസ് കൂടി തന്നിട്ടാണ് എന്നെ. ഞാൻ ശരിക്കും ബഹ്റൈനിൽ പോണത് ചൊൽക്കാഴ്ച അവതരിപ്പിക്കാനാണ്. അപ്പം അതിൽ ഞാൻ പ്രൗഡാണ്. കാരണം വാർത്താ വായനക്കാരനായിട്ടുള്ള വളരെ കണിശത ആവശ്യമുള്ള ഒരു സ്പേസിൽ നിന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ രൂപവും ഭാവവും മാറി നമ്മൾ കൂടുമാറ്റം നടത്തി പോയിട്രി പെർഫോമൻസ് ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട് നമ്മൾ പോണേ. അപ്പോൾ ആ വേദിയിൽ വെച്ചിട്ടാണ് ഇത് അവതരിപ്പിക്കുകയും ചെയ്യണേ. അപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ ഞാൻ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ അർത്ഥത്തിൽ അവരെന്നെ പ്രവാസിയായിരുന്ന സമയത്ത് തന്നെ ഇയാളൊരു കവിതാ വഴിയുള്ള ഒരാളാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് തന്നെ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനൊരു സ്ഥലത്തേക്ക് മുഴുവൻ സമയ പോയട്രി ഇപ്പോൾ ആഗോളവാണി എന്ന് പറയുന്ന നമുക്ക് ഒരു ഡോക്യുമെൻ്ററി ലെവൽ എന്ന് പറയുന്ന ഒരു മീഡിയ പ്രവർത്തനമല്ലാതെ മറ്റൊരു വാർത്താ തൊഴിൽ സ്ഥാപനത്തിൽ നിന്നൊക്കെ വിടുതൽ മാറി കുറേ കൂടി സ്വതന്ത്രനായിട്ടുള്ളൊരു കവിയായിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കുറച്ചുകൂടി എല്ലാ അർത്ഥത്തിലും അതിൻ്റെ ആഹ്ലാദം അനുഭവിച്ചു. വാർത്ത വായിച്ചിരുന്ന വളരെ കണിശതയോടുകൂടി വാർത്ത അവതരിപ്പിച്ചിരുന്ന ഒരു സീറ്റിൽ കുറേ കൂടി കവിതാ ചിന്തകളോടുകൂടി ഇരിക്കാൻ പറ്റിയില്ല. ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. ആ ഇൻ്റർവ്യൂവിന് അതിൻ്റെ ഗുണമുണ്ടായി. അത് കുറച്ചുകൂടി ഞാൻ നന്നായി ഓപ്പണായി. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഇപ്പോൾ ആളുകൾ കാണുന്നുണ്ട്. അതൊരു സന്തോഷമാണ്.